അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെ സുഹൃത്തുക്കളെ, ഞാൻ ഇന്നൊരു വീഡിയോ കേൾക്കാനുണ്ടായി. വല്ലാത്ത വിഷമായിപ്പോയി. നമുക്കതൊന്ന് കേട്ട് നോക്കുക. ഇപ്പൊ നോക്കിയാൽ ഒരുപാട് മൊലിയമാരെ കണക്ക് നോക്കിയാൽ റമദാനു ഷരീഫിൽ ഓലെ മെയിൻ ജോലി എന്താ? റമദാനിൽ ഒരൊറ്റ ഒന്ന് അധികം പെടുണ്ടാവില്ല. ഒക്കെ ദുബായിലായിരിക്കും, അല്ലെങ്കിൽ സൗദിയിലായിരിക്കും, അല്ലെങ്കിൽ ഖത്തറിലായിരിക്കും, ഒമാനിലായിരിക്കും, ബഹ്റൈനിലായിരിക്കും, കുവൈത്തിലായിരിക്കും. ഇങ്ങനത്തെ ഗൾഫ് രാഷ്ട്രങ്ങളിലായിരിക്കും മൊലിയമാരൊക്കെ. എന്തിനാ? ഖുർആൻ ഓതാൻ പോയതാ, ഇബാദത്തെടുക്കാൻ പോയതാ. എന്താ പണി? ആടെ പോയിട്ടുള്ള ആൾക്കാരടുത്തൊക്കെ പോയിട്ട് പണം മരുന്നുണ്ടാക്കണ പണിയാണ്. ഏത് അമ്പിയാക്കളെ വിറാസത്ത് അത്? റമദാൻ മാസത്തിൽ പിരിവ് നടത്തുന്ന പരിപാടി. ഞാൻ ഏകദേശം 50 വയസ്സായി. ഈ കാലയളവിൽ ഒരുപാട് റമദാനു ഷരീഫ് കഴിഞ്ഞുപോയി. ഇങ്ങനത്തെ ഒരു വഅദ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കേൾക്കുക. അധികവും നമ്മളെ നാടുകളിലും വിദേശങ്ങളിലൊക്കെ നമ്മൾ സംഭാവന കൊടുക്കാനും അത് സ്വീകരിക്കുന്ന ആളുകൾ അത് സ്വീകരിച്ച് ദഅവത്ത് നടത്താനും ഉപയോഗിക്കുന്ന മാസം റമദാനു ഷരീഫ്. പക്ഷേ നമ്മുടെ കാലയളവിലുള്ള പരിചയത്തിലോ നമ്മളെ ഉലമാക്കളിനോ കേൾക്കാത്ത വ്യത്യസ്തമായ ഒരു വയലാണ് നമ്മൾ കേട്ടത്. ഇതെന്തിനാണ് ഇദ്ദേഹം പ്രസംഗിക്കുന്നത് എന്ന് ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. ബഹുമാനപ്പെട്ട ശൈഖുന സുൽത്താനുൽ ഉലമയും ബഹുമാനപ്പെട്ട മൗലാന പേരോട് ഉസ്താദും അതുപോലത്തെ വലിയ വലിയ ആലിമീങ്ങൾ വിദേശത്ത് പോയി 1 ഉറുപ്പിയും 2 ദിർഹമും 5 ദിർഹമും 100 ദിർഹമും 500 ദിർഹമും ഒക്കെ കിട്ടിയത് നാട്ടിൽ കൊണ്ടുവന്ന് അവരെ മക്കൾക്ക് പോറ്റാനല്ല, അവരെ മക്കളെ പോറ്റാനല്ല, അല്ലാതെ കുടുംബങ്ങളെ പോറ്റാനല്ല, പാവപ്പെട്ട മുഅ്മിനീങ്ങളായ വിദ്യാർത്ഥികൾ അള്ളാഹുവിൻ്റെ ഖുർആനും ഹദീസും പഠിക്കുകയും അതോടൊപ്പം ഉന്നത വിദ്യാഭ്യാസം നൽകുകയും ചെയ്യുന്നതിന് കിട്ടുന്ന പണം മുടക്കാൻ വേണ്ടിയുള്ളൊരു പ്രസംഗമാണെന്ന് എനിക്ക് മനസ്സിലായി. അത് ഞങ്ങൾക്കൊന്ന് മനസ്സിലാക്കി തരാം എങ്ങനെയാണ് അത് മനസ്സിലായി എന്ന്. ഈ ഷെയ്ഖിൻ്റെ ഒരു മുരീദ് പ്രസംഗിക്കുന്നുണ്ട്. അത് ഏകദേശം ഈ പ്രസംഗം കഴിഞ്ഞ ഉടനെയാണോ അല്ലെങ്കിൽ അതേ സ്റ്റേജിൽ തന്നെ ആയിരിക്കും. നമുക്കതൊന്ന് കേട്ടു നോക്കുക. ഒരു കാര്യം ഇവിടെ ആവർത്തിച്ചു പറയുന്നു, പിരിവ് നടത്തിയിട്ടാണ് നമ്മളൊക്കെ ഇത് നിർത്തുന്നത്, അല്ലേ? ഇപ്പൊ നമ്മളിന്ന് ബദർ നേർച്ച നടത്തുകയാണ്, എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ഇതിലേക്കൊക്കെ ഒരുപാട് ആളുകൾ സംഭാവന ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആളുകൾ സാധാരണ മറ്റുള്ളവരും അപ്പം സാധാരണ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന സംഭാവനയും കൂടി ഇതിലേക്ക് വാങ്ങുകയാണ്. ഇത് ഈ റമദാൻ ഷരീഫ് ചെയ്ത പണിയാണ് ഷെയ്ഖിൻ്റെ മുരീദ്. ഷെയ്ഖാണെങ്കിലോ കണ്ടെത്തിയിരിക്കുകയാണ് റമദാൻ ഷരീഫിൽ പിരിക്കാൻ പോകുന്ന പരിപാടി ഉലമാക്കൾക്ക് പറ്റിയതല്ല എന്നാണ്. അള്ളാഹു ഈ സമുദായത്തെ കാൾക്കട്ടെ. ബഹുമാനപ്പെട്ട ശൈഖുന സുൽത്താനുൽ ഉലമക്ക് അള്ളാഹു ദീർഘായുസ് നൽകട്ടെ. പാവപ്പെട്ട എൻ്റെ ആയുസ് ചുരുക്കിയാലും ശരി, അള്ളാഹു മഹാനവരുടെ ആയുസ് വർദ്ധിപ്പിക്കട്ടെ. മഹാനായ പേരോട് ഉസ്താദ് അള്ളാഹു ദീർഘായുസും ആഫിയത്തും വർദ്ധിപ്പിക്കട്ടെ. എൻ്റെ ആയുസ് ചുരുക്കിയാലും പേരോട് ഉസ്താദിൻ്റെ ആയുസ് അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ഈ മഹാന്മാരായ പണ്ഡിതന്മാരെ ഒരു നയാക്കാശ് കിട്ടാതിരിക്കാൻ വേണ്ടി കള്ളത്തെരീക്കത്തുകാരെടുക്കുന്ന ഒരു പണിയാണ് ഈ റമദാനു ഷരീഫിൽ. അത് കേട്ടപ്പോൾ അതിനൊരു വിശദീകരണം നൽകിയാൽ അള്ളാഹു എനിക്കൊരു പ്രതിഫലം എൻ്റെ ഹസനാത്തിൽ എഴുതപ്പെടും എന്ന് കരുതിയിട്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. ഉസ്താദന്മാർക്ക്, പേരോട് ഉസ്താദിനും AP ഉസ്താദിനും അവരെ വീട്ടിൽ ഭക്ഷണം കഴിക്കാനായിട്ട് പോയതല്ല വിദേശത്തേക്ക്. പാവപ്പെട്ട എത്തീം കുട്ടികൾക്കും പരിശുദ്ധ ഖുർആൻ മനപ്പാടമാക്കുന്ന കുട്ടികൾക്കും മുത്തുനബിയുടെ ഹദീസ് പഠിപ്പിക്കുന്ന കുട്ടികൾക്കും ഭക്ഷണം കൊടുക്കാനും അവർക്ക് പാർപ്പിടം സൗകര്യപ്പെടുത്താനും ദീനീ രംഗത്ത് സാധാരണക്കാർക്ക് ഉലമാക്കളെ ദഅവത്ത് നടത്തുക എന്ന ഉദ്ദേശം വെച്ചുകൊണ്ടാണ് അവർ വിദേശത്ത് പോയത്. അവരൊക്കെ കൂടെ വിദേശത്ത് യാത്ര ചെയ്യുമ്പോൾ അറിയാം അതിൻ്റെ വിഷമങ്ങൾ എത്രയാണെന്ന്. അവരൊക്കെ ഖുർആൻ ഓതാതിരിക്കൂല. അവർക്കൊക്കെ ദിവസേന എത്രയോ ഖത്തമകളും ജുസുകളും ഒക്കെ അവർ ഓതുന്നുണ്ട്. കാറിൽ വെച്ച് അവർ ഓത് യാത്രയിൽ, മനസ്സിലായോ? എന്നിട്ടും ഭക്ഷണം കിട്ടാതെയും കിട്ടിയിട്ടും ഓരോ അറബികളുടെയും പാവപ്പെട്ട
മനുഷ്യന്മാരെ പോയി കണ്ട് കിട്ടുന്ന സദക്ക സ്വരൂപിച്ച് നമ്മളെ നാട്ടിൽ കൊടുന്ന് ദീനീ ദഅവത്ത് നടത്തി എത്ര ഐശ്വര്യമായിട്ടാണ് നമ്മളെ കേരളം ദീനീ രംഗത്ത് പോകുന്നത്. അത് മുടക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന ഒരു പരിപാടിയല്ലേ സുഹൃത്തുക്കളെ. അതുകൊണ്ട് ഈ വിശുദ്ധ റമദാനിൽ ഈ വെള്ളിയാഴ്ച ദിവസം അള്ളാഹു നമ്മളെ ദീനും അമലൊക്കെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ. ആലിമീങ്ങൾക്കൊക്കെ ദീർഘായുസ് കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ട AP ഉസ്താദിനും പേരോട് ഉസ്താദിനും കൊമ്പ ഉസ്താദിനും വലിയ വലിയ ആലിമീങ്ങൾക്ക് ദീർഘായുസ് കൊടുക്കട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാവരും എനിക്കും വേണ്ടി ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും.